കൊല്ലത്ത് നിന്ന് ഇപ്പോൾ കൊല്ലം കടവൂർ മതിലിൽ സ്വദേശി സുമേഷ് സുന്ദരൻ പിള്ളയുടെ വീട്ടിൽ നിന്ന് ലിജോ ചേരുന്നുണ്ട്. ലിജോയിലേക്കാണ്. ലിജോ, 4 പേർക്കാണ് കൊല്ലത്ത് ജീവൻ നഷ്ടമായത് കുവൈത്തിലെ ദുരന്തത്തിൽ. കൊല്ലത്തെ ഒരു അവസ്ഥ എന്താണ്? ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ ഏറ്റവും അവസാനഘട്ട ക്രമീകരണങ്ങളിലായിരിക്കും. ഈ മൃതദേഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ശേഷം അവരുടെ വീടുകളിലേക്കൊക്കെ എത്തിക്കാനുള്ള അവസാനവട്ട ക്രമീകരണങ്ങൾ ഒരുപക്ഷെ നടക്കുകയായിരിക്കും. ഇപ്പോൾ സുമേഷ് സുന്ദരൻ പിള്ളയുടെ വീട്ടിൽ നിന്ന് ദയനീയമായ അല്ലെങ്കിൽ കരളലിയിക്കുന്ന കാഴ്ചയായിരിക്കും അവിടെ ഉണ്ടാവുക എന്നത് നിസ്സംശയം പറയാവുന്നതാണ്. കൊല്ലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. സ്നേഹ, കൊല്ലത്ത് 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 4 വീടുകളിലും പോരുന്നു. അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്നും കണ്ടു നിൽക്കാൻ കഴിയാത്തതാണ്. ഇന്നലെ തന്നെ 3 പേരുടെ കൃത്യമായ വിവരങ്ങളൊക്കെ ലഭിച്ചു. എന്നാൽ രാത്രി വൈകിയായിരുന്നു സുമേഷ് സുന്ദരൻ പിള്ളയുടെ വിവരം വരികയും അദ്ദേഹം കൊല്ലം സ്വദേശിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ അറിവുണ്ടായിരുന്നത് അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 80% പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഇപ്പോൾ ആ വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം അതീവ ഒരു വീട്ടിലെ അവസ്ഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു രോഗിയാണ്, ഒരു രോഗിയാണ്. മാത്രമല്ല ഭാര്യയ്ക്ക് ചില അസുഖങ്ങളുണ്ട്. സഹോദരൻ വിദേശത്തേക്ക് പോയിരുന്നു. അവിടെ നിന്ന് വലിയ അസുഖങ്ങളുള്ള കാരണം എയർ ആംബുലൻസിൽ നാട്ടിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ കുടുംബത്തെ രാവിലെയൊക്കെ അടുത്ത ബന്ധുക്കൾ അവിടേക്ക് കയറിയിട്ട് മാത്രമേ ഉള്ളൂ ഈ നടന്ന കാര്യം കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം അവർ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിനും ഉറപ്പില്ല. അതുകൊണ്ട് കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോയിട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഏകദേശം 10 വർഷത്തിലധികമായി വിദേശത്തായിരുന്നു. ഈ അടുത്താണ് ഒരു വിധത്തിൽ ഒരു വീട് വയ്ക്കുകയും അതിൻ്റെ കടമൊക്കെ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴും വിദേശത്ത് തുടർന്നതെന്നാണ് ആ ബന്ധുക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഈ ജില്ലാ ഭരണകൂടം ഈ കൊല്ലത്തെ ഉള്ള 4 പേരുടെയും മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് ജില്ലാ കളക്ടറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം. കാരണം ആ വീടുകളിൽ എവിടെയൊക്കെ ഇന്ന് തന്നെ സംസ്കാര ശുശ്രൂഷ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സാജന്റെയും ലൂക്കോസിന്റെയും വീട്ടിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഇന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. കാരണം വിദേശത്ത് നിന്നൊക്കെ അവരുടെ ബന്ധുക്കളൊക്കെ ഇനി നാട്ടിലേക്ക് വരേണ്ടിയിരിക്കുന്നുണ്ട്. ഷമീറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ അധികം സമയം ഉണ്ടാകില്ല. അതിന് അല്പം കഴിയുമ്പോൾ തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. സുമേഷിന്റെ ബന്ധുക്കളോട് ഇനി കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ, മുംബൈ സ്വദേശി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഡെന്നി ബേബി, അദ്ദേഹം മുംബൈ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ കരുനാഗപ്പള്ളിയിലാണ്. പക്ഷെ അവരെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നത് മുംബൈയിൽ തന്നെയാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഏകദേശം 5 പേർ, കൊല്ലം സ്വദേശികളായിട്ടുള്ള 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിരിക്കുന്ന കാര്യം. നാട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനും മറ്റ് ചടങ്ങുകൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ കുടുംബങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവസാനഘട്ട ഒരുക്കങ്ങളിലായിരിക്കും അല്ലേ കൊല്ലത്ത്? ഈ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അത്തരത്തിൽ ആംബുലൻസുകളിലൊക്കെ എത്തുമ്പോൾ അതത് വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. 4 പേരുടെ മൃതദേഹമായിരിക്കും കൊല്ലത്തേക്ക് എത്തുക. അപ്പോൾ അത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള അവസാനവട്ട ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? സംസ്കാര നടപടികളെ കുറിച്ചൊക്കെ ലിജോ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇവിടുത്തെ 4 വീടുകളിലേക്കും എത്തിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ആ സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും വീടുകൾ മനസ്സിലാക്കുന്നതിനും കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ഈ പ്രദേശങ്ങളിൽ പോലീസ്, ലോക്കൽ പോലീസ് ഉൾപ്പെടെ എത്തിയ സ്ഥലങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷം ആ ജില്ലാ കളക്ടർക്ക് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുകയും കൊല്ലം ജില്ലയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ അവരുടെ, അതായത് കുടുംബങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത്, ഒരുപക്ഷെ ചിലപ്പോൾ വീടുകളിലേക്ക് എംബാം ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ മൃതദേഹമായി അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അധികം സമയം വച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തായിരിക്കും അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുക. മറ്റുള്ളവ ഒരുപക്ഷെ അത് എന്താണ് അടുത്ത നടപടി എന്നുള്ളത് കുടുംബങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് ലൂക്കോസിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ നമുക്ക് സാജന്റെ വീട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അല്പസമയത്തിന് ശേഷം മാത്രമായിരിക്കും സുമേഷിന്റെ വീട്ടിൽ അവിടുത്തെ ഒരു അവസ്ഥ കൂടി. കാര്യം ഇതുവരെയും അവർ എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യം രാവിലെ അല്പസമയം മുമ്പ് അടുത്തൊരു ബന്ധുവുമായി സംസാരിച്ചപ്പോഴാണ് അവർ അങ്ങോട്ടേക്ക് പോയിട്ട് വേണം ഭാര്യയോടും ഒക്കെ കാര്യം പറയേണ്ടത്. ഒരു കൊച്ച് 7 വയസ്സുള്ള ഒരു മകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമായിരിക്കും അവരുടെ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം. എന്ത് തന്നെയാലും വീട്ടുകാരുടെ കൂടെ ഒരു സൗകര്യം നോക്കിയായിരിക്കും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാരൊക്കെ തന്നെ ഈ വീടുകളെല്ലാം സന്ദർശിച്ചിരുന്നു. സാജന്റെ വീടും ലൂക്കോസിന്റെ വീടും അതോടൊപ്പം തന്നെ ഷമീറിന്റെ വീടും മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും അവിടെ അവരുടെ കുടുംബത്തോടൊപ്പം അവർ പറയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി നൽകും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു സൗകര്യപ്രദമായ ഒരു രീതിയിലായിരിക്കും ജില്ലാ ഭരണകൂടമാണ് ഇതൊക്കെ ഏകോപിപ്പിക്കുന്നതെങ്കിൽ പോലും അക്കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അവരിൽ നിന്ന്, അതായത് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സ്നേഹ, ശരി.